ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ശക്തമായ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്തു. ഭരണഘടനയുമായി കറങ്ങി നടക്കുന്നവരാണ് നടപടിയെ എതിർക്കുന്നതെന്നും ഭാരതത്തിൽ ജനിക്കാത്തവർക്ക് വോട്ടവകാശം ഭരണഘടന നൽകുന്നില്ലെന്നും അമിത് ഷാ തുറന്നടിച്ചു. ബീഹാറിൽ NDA മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. जो भारत में जन्मा नहीं है उसको भारत में वोट देने का अधिकार हमारा संविधान नहीं दे रहा है। ये राहुल बाबा, आप संविधान लेकर घूम रहे हो, तनिक उसको खोलकर पढ़ भी लो। घुसपैठियों को इस देश की चुनावी प्रक्रिया में हिस्सा नहीं लेना है और इसीलिए वो SIR का विरोध कर रहे हैं क्योंकि घुसपैठिए इनकी वोट बैंक है। आप चिंता मत करिए भाइयों बहनों, मोदी जी बिहार में पूरा दौरा करे हैं, मैं भी संगठन की मीटिंगें कर रहा हूं। मुझे स्पष्ट दिखाई पड़ रहा है कि यहां पर आने वाले दिनों में पूर्ण बहुमत के साथ NDA की सरकार बनने वाली है। NDA की सरकार भाइयों बहनों, फिर से सीतामढ़ी, मिथिलांचल, बिहार और देश और दुनिया में ജിഷ്ണു കൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ജിഷ്ണു, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ നിലപാട് കൃത്യമായി പറയുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. രാജ്യത്തിന്റെ ഭരണഘടന ഒരിടത്തും ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാർക്ക് വോട്ടവകാശം നൽകണമെന്ന് പറയുന്നില്ല. ഈ രാജ്യത്ത് ജനിച്ചവർക്കാണ് ഇവിടെ വോട്ടവകാശമുള്ളത്. എന്നാൽ ഭരണഘടനയുമായി കറങ്ങി നടക്കുന്ന ആളുകളാണ് ഈ അനധികൃത കുടിയേറ്റക്കാരെ നമ്മുടെ വോട്ടർ പട്ടികയ്ക്കകത്ത് കുത്തിനിറയ്ക്കണം എന്ന് പറയുന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുറന്നടിക്കുന്നു. മാത്രമല്ല, ബീഹാറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ NDA അധികാര തുടർച്ച നേടും എന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. വിശദാംശങ്ങൾ. ഗൗതം, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അവിടെ അനധികൃതമായ വോട്ടർമാരെ ഒഴിവാക്കുന്ന നടപടിക്കെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണവും ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളുമായിരുന്നു കോൺഗ്രസും ഒപ്പം RJDയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. അത്തരക്കാർക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം, പവർഫുൾ പ്രതികരണമാണ് ബീഹാറിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നൽകിയിട്ടുള്ളത്. വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഭരണഘടനയുമായി കറങ്ങി നടക്കുന്ന രാഹുൽ അതുകൊണ്ട് കറങ്ങി നടന്നാൽ മാത്രം പോരാ, അതെടുത്ത് പഠിക്കണം. അതായത് ഭാരതത്തിൽ ജനിക്കാത്തവർക്ക് ഭരണഘടന വോട്ടവകാശം നൽകുന്നില്ല. അത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കുന്നത്. എന്നാൽ അതിനെ എതിർക്കുകയാണ് കോൺഗ്രസും RJDയും ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത്. അവർക്കതൊരു വോട്ട് ബാങ്കാണ്. അനധികൃത കുടിയേറ്റക്കാരെയും വോട്ട് ബാങ്കാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാണ് പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ കോൺഗ്രസും RJDയും എല്ലാം ശ്രമിക്കുന്നത്. പക്ഷേ അമിത്ഷാ കൂട്ടിച്ചേർത്തത് ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. കൂടാതെ ഞാനും അത്തരത്തിൽ, അതായത് അമിത്ഷാ പറയുന്നത്, ഞാനും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘടനാ യോഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുത്തു. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിന്റെ മണ്ണിൽ NDA സഖ്യം, BJP NDA സഖ്യം മികച്ച ഭൂരിപക്ഷത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന പ്രഖ്യാപനമാണ്, ഭരണം നിലനിർത്തുമെന്ന പ്രഖ്യാപനമാണ് അമിത്ഷാ നടത്തിയിട്ടുള്ളത്. കൂടാതെ RJDക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം, പ്രത്യേകിച്ച് തേജസ്വി യാദവിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതികരണം അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇന്ന് NDA സർക്കാരിനെതിരെയും വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെയും എതിരെയും സർക്കാരിന്റെ നടപടികൾക്കെതിരെയും ചില ആരോപണങ്ങൾ തേജസ്വി യാദവ് ഉന്നയിക്കുന്നു. എന്നാൽ തേജസ്വി യാദവ് പിതാവായിട്ടുള്ള ലാലു പ്രസാദ് യാദവിനോട് ചോദിക്കണം. ലാലുവിന്റെ ഭരണത്തിൽ ബീഹാറിൽ തോക്കുകൾ കഥ പറഞ്ഞിരുന്ന കാലത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചും സ്വജനപക്ഷപാതത്തെക്കുറിച്ചും ലാലു പ്രസാദ് യാദവിനോട് ചോദിക്കണം. ലാലു പ്രസാദ് യാദവിന്റെ ഭരണത്തിൽ ബീഹാറിൽ നടന്നിട്ടുള്ള അക്രമ പരമ്പരകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി BJP NDA സർക്കാരുകൾ അത്തരം പ്രവർത്തനങ്ങൾ ബീഹാറിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുകയും ബീഹാറിനെ പുതിയൊരു പാതയിലേക്ക് നയിക്കുകയുമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ BJP NDA സഖ്യത്തിനൊപ്പം ഉണ്ടാകും. ഓപ്പറേഷൻ സിന്ദൂറിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ട്, സൈനിക നടപടികളെ പോലും ചോദ്യം ചെയ്യുകയാണ് ലാലു പ്രസാദ് ആൻഡ് കമ്പനി ചെയ്തിട്ടുള്ളത് എന്ന പ്രതികരണം കൂടി അമിത്ഷാ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയെ ചോദ്യം ചെയ്യുന്ന കോൺഗ്രസിനും RJDക്കും ബീഹാറിൽ വോട്ടർ പട്ടികയിൽ
അനധികൃത കുടിയേറ്റക്കാരെ ഒരു കാരണവശാലും ഉൾപ്പെടുത്തില്ല. രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ രാജ്യത്ത് ജനിച്ചവർക്ക് മാത്രമാണ് ഇവിടെ വോട്ടവകാശമുള്ളത്. ഭരണഘടനയും കയ്യിലേന്തി രാജ്യം ചുറ്റി നടക്കുന്ന ആളുകൾ ഇത് മനസ്സിലാക്കാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ഒരു കാര്യവുമില്ലാതെ എതിർക്കുകയാണ് എന്നാണ് ബീഹാറിൽ സംസാരിക്കവേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത്.